നമസ്കാരം. കേരള രാഷ്ട്രീയ ചരിത്രം ഒരു അപൂർവതയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. കാരണം ഒരു അച്ഛനും മകനും ഒരേ സമയം നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിനെ നേരിടുന്നു. അപ്പോൾ അച്ഛനും മകനും രാഷ്ട്രീയത്തിൽ ഒരേ സമയം ഉണ്ടാവുക എന്നുള്ളത് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച്, ഭാരത രാഷ്ട്രീയത്തെ സംബന്ധിച്ച് തന്നെ അപൂർവതയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബാധിപത്യം കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകതയായി തന്നെ ഭാരതീയ ജനത അംഗീകരിച്ചതാണ്. പക്ഷേ അച്ഛനും മകനും ഒരേ സമയത്ത് ഒരേപോലെ നിയമസഭയിലേക്ക് എത്തുവാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വരുന്നത് പൂഞ്ഞാറിൽ നിന്ന് ശ്രീ പി.സി. ജോർജും പാലായിൽ നിന്ന് ഷോൺ ജോർജും മത്സരിക്കുമ്പോൾ അച്ഛനും മകനും ഒരേപോലെ മത്സരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഇത് ചരിത്രപരമാകുവാനുള്ള, ഈ സംഭവം ചരിത്രപരമാകുവാനുള്ള കാരണം. അവർ പ്രതിനിധീകരിക്കുന്ന ആശയം ആണ് അവരുടെ സ്ഥാനാർത്ഥിത്വങ്ങളെ ചരിത്രപരമാക്കുന്നത്. പി.സി. ജോർജ് എക്കാലത്തും എതിരാളികൾ വാപോയ കോടാലിയാണെന്ന് പറയുമെങ്കിൽ തന്നെ ഒരു മറയോ തടയോ ഇല്ലാതെ തൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ, മാധ്യമങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ യാതൊരു മടിയും കാട്ടാത്തൊരു വ്യക്തിയാണ്. അദ്ദേഹവുമായി കാലാകാലങ്ങളിൽ ആശയ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മറയില്ലാത്ത സംസാര രീതി ജനങ്ങൾക്ക് പൊതുവെ ഇഷ്ടമാണ്. പക്ഷേ ചില വിഭാഗങ്ങൾക്ക് അതൊരിക്കലും സഹിക്കുവാൻ സാധിക്കില്ല. കാരണം അസഹിഷ്ണുത അദ്ദേഹത്തിന് നേരെ പ്രകടിപ്പിച്ചിട്ടുള്ള വിഭാഗങ്ങൾ വളരെ വലുതാണ്. ആ വിഭാഗത്തിൻ്റെ സംഘടിത ശക്തി വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ, നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയം അദ്ദേഹത്തിനെ തേടിയെത്തി, അദ്ദേഹത്തെ പോലും ഞെട്ടിച്ചുകൊണ്ട്. പക്ഷേ അതിലുള്ളൊരു ഏറ്റവും രസകരമായ സംഭവം, ഈ പരാജയപ്പെട്ട പി.സി. ജോർജ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തുവാനായി സകല ശ്രമങ്ങളും ഒത്തുപിടിച്ച് നടത്തിയ സമുദായത്തിന് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി അവരെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ള രീതിയിൽ കേരള സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിച്ച SDPI, പോപ്പുലർ ഫ്രണ്ട് പോലുള്ള പാർട്ടികൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ്. കാരണം ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടികളാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികളും സംഘടനകളുമാണ് ഇവർ എന്നുള്ള തെറ്റിദ്ധാരണയിൽ പി.സി. ജോർജ് ഒരു കാലത്ത് അവരെ നിരോധിച്ചാൽ തൻ്റെ ജനപക്ഷം എന്ന പാർട്ടിയിലേക്ക് അവർക്ക് സ്വാഗതമെന്ന് തുറന്നു പറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ കാലം ചെന്നപ്പോൾ അല്ലെങ്കിൽ കാലം കഴിഞ്ഞപ്പോൾ, കടന്നുപോയപ്പോൾ സത്യം മനസ്സിലാക്കുകയും ഇവരെ തള്ളിപ്പറയുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ആ ഒരു തള്ളിപ്പറയലിനെ ഒരു സമുദായത്തിന് നേരെയുള്ള വിരോധമായി ഉയർത്തിക്കാട്ടി അദ്ദേഹത്തെ താറടിക്കുവാൻ ശ്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പ്രചാരണ വേളകളിൽ പല സ്ഥലങ്ങളിലേക്കും പ്രവേശിക്കുവാൻ പോലും അനുവാദം നൽകാതെ എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ സൃഷ്ടിച്ച്, ജനാധിപത്യപരമായിട്ടുള്ളൊരു രാജ്യത്താണ് നാം ജീവിക്കുന്നതെന്ന് ആലോചിക്കണം. അദ്ദേഹത്തിന് പല മണ്ഡലങ്ങളിലും പല പ്രദേശങ്ങളിലും പ്രചരണത്തിന് എത്തുവാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ച് ഒരു സംഘടിതമായി തന്നെ ഒരു സംഘം ചേർന്ന് ഒരു അക്രമാസക്തമായിട്ടുള്ളൊരു ജനക്കൂട്ടത്തെ അവതരിപ്പിച്ച് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അദ്ദേഹത്തിൻ്റെ തടസ്സങ്ങൾ സൃഷ്ടിച്ച് അദ്ദേഹത്തെ പിന്നോക്കമടിക്കുവാൻ ഇവർ കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടെ മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട്. ആ ഒരു തിക്തഫലം തിരഞ്ഞെടുപ്പിൽ അനുഭവിച്ച പി.സി. ജോർജ് കൂടുതൽ സത്യങ്ങൾ തിരിച്ചറിയുകയും NDA മുന്നണിയിൽ ചേരുകയും ചെയ്തു, BJPയിൽ ചേരുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും പൂഞ്ഞാറിൽ അദ്ദേഹം അംഗത്തിനിറങ്ങുകയാണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ പാലായിൽ അദ്ദേഹത്തിൻ്റെ പുത്രൻ ഷോൺ ജോർജും അംഗത്തിനിറങ്ങുന്നു. ഷോൺ ജോർജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പി.സിയുടെ ഒരു മറയോ തടയോ ഇല്ലായ്മ അല്ലെങ്കിൽ ആ ഒരു ഭയമില്ലായ്മ ഷോൺ ജോർജിനുമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഷ കുറേ കൂടി ആധുനിക കാലത്തിൻ്റേതാണ്. ആധുനിക കാലത്ത് ജെൻസിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഒരു പ്രസൻറ്റബിൾ അല്ലെങ്കിൽ ഒരു ആർട്ടിക്കുലേറ്റ് എന്ന് പറയും, ഒരു വളരെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന, എന്നാൽ പി.സിയുടെ ആ ഒരു നാടൻ രീതി അല്ലാതെ കുറച്ചും കൂടി ഒരു നാഗരികതയോടെ ഒരു അർബനൈസ്ഡ് സ്പീച്ച് എന്ന് പറയും, ആ രീതിയിലുള്ള സംഭാഷണ ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ. എന്നാൽ പി.സിയുടെ ആ തൻ്റെ ഇടവും മറയില്ലായ്മയും തൻ്റെ മനസ്സിൽ തോന്നുന്ന, തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുവാനുള്ള കഴിവും അതേപടി തന്നെ ഷോൺ ജോർജിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു SDPI, പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയ രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെയാണ് അവർ അംഗത്തിനിറങ്ങുന്നത്. പ്രത്യക്ഷത്തിൽ അവർ അംഗത്തിനിറങ്ങുന്നത് LDFനോടും UDFനോടുമാണ്, അല്ലെങ്കിൽ അവർക്കെതിരെയാണെന്ന് തോന്നുമെങ്കിലും ആശയപരമായി കൃത്യമായി തന്നെ അച്ഛനും മകനും അംഗത്തിനിറങ്ങുന്നത് SDPIക്കും പോപ്പുലർ ഫ്രണ്ടിനും അവർ പ്രതിനിധീകരിക്കുന്ന ഭീകരവാദ രാഷ്ട്രീയത്തിനും ഭീകരവാദ ആശയങ്ങൾക്കുമെതിരെയാണ്. അപ്പോൾ ഈ SDPI, പോപ്പുലർ ഫ്രണ്ട് ഇത്തരം സംഘടനകളും രാഷ്ട്രീയ കക്ഷികളും പ്രതിനിധീകരിക്കുന്ന ഭീകരവാദ ആശയങ്ങളെന്ന് പറയുമ്പോൾ ഒരു സ്മൃതിഭ്രംശം കുറച്ചധികമുള്ള മലയാള സമൂഹം അല്ലെങ്കിൽ മലയാളി സമൂഹം ആലോചിക്കുക, അങ്ങനെ ഒരു ഭീകരവാദത്തിൻ്റെ അവസ്ഥ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടോ? അതാണ് പലപ്പോഴും ഞാൻ പറയാറുള്ളൊരു കാര്യമാണ്. എനിക്കും നിങ്ങൾക്കുമൊക്കെ ഈ സ്മൃതിഭ്രംശം വല്ലാണ്ട് പിടികൂടിയിട്ടുള്ള ഒരു ജനതയാണ്
നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹം, അല്ലെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്ന ഈ സമൂഹം എന്ന് പറയുന്നത് സ്മൃതിഭ്രംശം വല്ലാണ്ട് പിടികൂടിയിട്ടുള്ള ഒരു ജനതയാണ്. ആലോചിച്ച് നോക്കൂ, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ ഹിജാബിനെ സംബന്ധിച്ചുള്ള വിവാദം ഒരു കാരണവുമില്ലാതെ ഉയർത്തിക്കൊണ്ടുവരിക, എന്നിട്ട് അതിനെ ന്യായീകരിക്കുവാനായി രംഗത്തിറങ്ങുന്നത് ഇടതും വലതും LDF UDF പ്രമുഖ രാഷ്ട്രീയ നേതാക്കളാണ്. അവർ പറയുന്ന ന്യായങ്ങളോ, കന്യാസ്ത്രീകൾ അവരുടെ ഔദ്യോഗിക വസ്ത്രം അല്ലെങ്കിൽ തിരുവസ്ത്രം അണിഞ്ഞല്ലേ വരുന്നത്, സ്കൂളിൽ പഠിപ്പിക്കാനും സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ നോക്കുവാനും അല്ലെങ്കിൽ സ്കൂളിൻ്റെ ദൈനംദിന കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുവാനും സ്കൂളിൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന കന്യാസ്ത്രീകൾ ഔദ്യോഗിക വസ്ത്രങ്ങൾ അണിഞ്ഞല്ലേ വരുന്നത്. അത് എന്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് വന്നുകൂടാ? എന്ത് ബാലിശമായിട്ടുള്ളൊരു ന്യായമാണിത്, അല്ലെങ്കിൽ ന്യായീകരണമാണ് ഇതൊന്ന് ആലോചിച്ച് നോക്കുക. അതൊരിക്കലും നാം ആലോചിക്കുന്നില്ല എന്നുള്ളിടത്താണ് ഇവരുടെ ഈ മുതലെടുപ്പ് തുടങ്ങുന്നത്. ഞാനൊരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഉദാഹരണം പറയുകയാണ്. ആലോചിച്ച് നോക്കൂ, ഈ ന്യായീകരണം എനിക്ക് പലപ്പോഴും തോന്നുന്നത് ആഭ്യന്തരമന്ത്രി എന്തുകൊണ്ട് കാക്കി അണിഞ്ഞ് തൊപ്പിയും വെച്ച് നടക്കുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ്. പോലീസുകാർക്കാണ് യൂണിഫോം, ആഭ്യന്തരമന്ത്രിക്കല്ല. പോലീസുകാരുടെ തലപ്പത്തിരിക്കുന്ന ആഭ്യന്തരമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ അല്ല യൂണിഫോം വേണ്ടത്. ആലോചിച്ച് നോക്കൂ, പിണറായി വിജയൻ എന്തുകൊണ്ട് കാക്കി ഇട്ട് നടക്കുന്നില്ല? അതുകൊണ്ട് നാളെ മുതൽ റാവഡ ചന്ദ്രശേഖർ DGP തീരുമാനിക്കുകയാണ് ഞാൻ കാക്കി ഇടുന്നില്ല. എത്ര ഒരു അരാജകത്വം നിറഞ്ഞ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളത് ചിന്തിക്കുവാൻ ആ ഒരു ഉദാഹരണം മാത്രം മതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ പറഞ്ഞു വന്നത്, ഈ ഒരു ഉദാഹരണം പറഞ്ഞ് ഒരല്പം വഴിതെറ്റിപ്പോയെന്ന് തോന്നുന്നു, തിരിച്ചു വരാം. ഈ ഒരു പ്രശ്നം SDPI പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിരിക്കുകയാണ് ഭാരത സർക്കാർ. ഇപ്പോൾ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ ഔദ്യോഗികമായി നിലവിലില്ലെങ്കിൽ പോലും അവരുടെ സാന്നിധ്യം SDPI തുടങ്ങിയ സംഘടനകളിലൂടെ, രാഷ്ട്രീയ കക്ഷികളിലൂടെ ഇപ്പോഴും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. രണ്ടാം നിര മൂന്നാം നിര നേതാക്കൾ ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ടിൻ്റെ SDPI പോലുള്ള രാഷ്ട്രീയ കക്ഷികളിലൂടെ കേരളത്തിൽ സജീവമാണ്. ഒന്നാം നിര നേതാക്കളെല്ലാം തിഹാർ ജയിലിൽ സുഖവാസം അനുഷ്ഠിക്കുകയാണ്. സുഖവാസമാണോ അല്ലയോ എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ വരുന്ന പോസ്റ്റുകളിൽ റൌഫിനോടൊക്കെ ചോദിച്ചാൽ മതി, പറയാം, അവർ പറഞ്ഞു തരും. തിരിച്ച് SDPIയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരം ഭീകരവാദ ആശയങ്ങൾ, രാജ്യവിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഈ രണ്ടാം നിര മൂന്നാം നിര നേതാക്കളുടെ സാന്നിധ്യം ഇപ്പോഴും കേരളത്തിൽ സജീവമാണ്. ഇനി മറ്റൊരു ഉദാഹരണം പറയാം. ഈരാറ്റുപേട്ട പോലുള്ളൊരു സ്ഥലത്ത് പൂഞ്ഞാർ സെൻറ്റ് മേരീസ് പള്ളിയിൽ 2024 ഒരു വൈദികനെ കാറിടിച്ച് കൊല്ലുവാനായിട്ട് +2 വിദ്യാർത്ഥികൾ, ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട +2 വിദ്യാർത്ഥികൾ, അതായത് മൈനർ ആണ്, അവർക്ക് പ്രായപൂർത്തിയായിട്ടില്ലാത്തത് കൊണ്ട് അവരിൽ പലരുടെയും 24 പേരാണ് ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. അതും കൊലക്കുറ്റത്തിന് പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നു. പള്ളിയുടെ അങ്കണത്തിൽ കാറ് കടത്തി അഭ്യാസം കാട്ടി അതിന് ചോദ്യം ചെയ്ത വൈദികനെ ഫാദർ ഫ്രാൻസിസ് ആറ്റുചാലിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ്, ക്ഷമിക്കണം, അദ്ദേഹം ഒരു അസിസ്റ്റൻറ്റ് വികാരിയായിരുന്നു. തോമസ് ആറ്റുചാലിൽ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഓർമ്മയിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. തോമസ് ആറ്റുചാൽ, ഫാദർ തോമസ് ആറ്റുചാലിൽ, അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെ വാഹനം ഇടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചൊരു സംഭവം. ഇനി ഈരാറ്റുപേട്ടയെ സംബന്ധിച്ച് അവിടെ സ്ഫോടക വസ്തുക്കൾ ഒരു പ്രദേശം മുഴുവൻ കത്തിച്ചാമ്പലാക്കുവാൻ പോന്ന പ്രഹരശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ അവിടുന്ന് കഴിഞ്ഞ കാലങ്ങളിൽ പിടിച്ചെടുക്കപ്പെട്ടിട്ടുണ്ട്. PC ജോർജ് തന്നെ കാലാകാലങ്ങളായി പറയുന്ന മറ്റൊരു കാര്യം, അല്ലെങ്കിൽ ഉന്നയിക്കുന്ന മറ്റൊരു പ്രശ്നം, മീനച്ചൽ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഏതാണ്ട് 400 ക്രിസ്ത്യൻ പെൺകുട്ടികൾ ലവ് ജിഹാദിനിരയായിട്ടുണ്ട്. ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഗതി എന്ന് പറഞ്ഞാൽ UDFൽ നിന്നും LDFൽ നിന്നും ക്രിസ്ത്യൻ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നവർ തന്നെ ലോകസഭയിൽ പോയി ചോദിച്ച് ലവ് ജിഹാദ് എന്നൊരു ഔദ്യോഗിക പദം നിലവിലില്ല. കാരണം സത്യമാണ്, ലവ് ജിഹാദ് എന്നുള്ളൊരു പദമോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ക്രിമിനൽ കുറ്റമോ ഭാരതീയ ന്യായ സംഹിതയിൽ ഇപ്പോഴും, അതിനു മുമ്പ് IPCയിലും നിലവിലില്ല. ഔദ്യോഗികമായിട്ടുള്ളൊരു പദനിർവചനം അതിന് നടത്തപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ലോക്സഭയിൽ അങ്ങനെ ഒരു ഉത്തരമേ, ലവ് ജിഹാദ് ഉണ്ടോ, ലവ് ജിഹാദിൻ്റെ പേരിൽ എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യം ലോക്സഭയിൽ ഉയർത്തപ്പെട്ടാൽ അതിനുള്ള മറുപടി ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് തന്നെയായിരിക്കും. പക്ഷേ ലവ് ജിഹാദ് എന്നുള്ള പദം ജസ്റ്റിസ് ശങ്കരൻ, ബഹുമാനപ്പെട്ട ജസ്റ്റിസ് T. ശങ്കരൻ കേരള ഹൈക്കോടതിയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നാണ് അദ്ദേഹം അത്തരമൊരു പദപ്രയോഗം നടത്തുന്നത്. മാത്രമല്ല ലോകം മുഴുവൻ ഗ്രൂമിംഗ് ജിഹാദ് എന്നും ലവ് ജിഹാദ് എന്നുമുള്ള പേരിൽ ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾ അന്യമതസ്ഥരായ പെൺകുട്ടികളെ പ്രണയക്കുരുക്കിൽപ്പെടുത്തി തങ്ങളുടെ ആശയങ്ങളിലേക്കും തങ്ങളുടെ ഇരുളടഞ്ഞ പ്രവൃത്തികളിലേക്കും കൊണ്ടുവരിക എന്നുള്ളൊരു
നയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രക്രിയകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അത്തരത്തിലുള്ള പ്രക്രിയകളിലൂടെ ഏതാണ്ട് 400ഓളം പെൺകുട്ടികളെ മീനച്ചൽ പ്രദേശത്ത് നിന്ന് മാത്രം ക്രിസ്ത്യൻ സമൂഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം ഉൾപ്പെടെ ഇന്ന് കേരള സമൂഹത്തിൻ്റെ മുൻപിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് തൻ്റെ ഇടത്തോടെ ഉന്നയിക്കുവാൻ PC ജോർജും അതിനെ പിന്താങ്ങുവാൻ അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജും മാത്രമേ ഉള്ളൂ എന്നുള്ളത് ക്രിസ്ത്യൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആശാവഹവും അതേസമയം തന്നെ ദൗർഭാഗ്യകരവുമായിട്ടുള്ളൊരു സംഗതിയാണ്. കാരണം PC ജോർജിനെയോ ഷോൺ ജോർജിനെയോ പോലുള്ളവർ ഇപ്പോഴും സമൂഹത്തിലുണ്ട്, തങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് ആശാവഹമാണ് അവരെ സംബന്ധിച്ച്. എന്നാൽ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ എന്നുള്ളത് ദൗർഭാഗ്യകരവുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അപ്പനും മകനും ഒരുമിച്ചിറങ്ങുമ്പോൾ വഴികാട്ടുവാൻ അപ്പനും ലക്ഷ്യഭേദം നടത്തുവാൻ മകനും ഒരേപോലെ അംഗത്തിനിറങ്ങുമ്പോൾ ഇത് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ചരിത്രപരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. എന്താകും പൂഞ്ഞാറിലെയും പാലായിലെയും വിധി എന്നുള്ളത് അറിയുവാനായി മെയ് 4 വരെ കാത്തിരിക്കണം. എന്നിരുന്നാലും പൂഞ്ഞാറിൽ താൻ ജയിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി, പാലായിൽ താൻ ചരിത്രം സൃഷ്ടിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി അപ്പനും മകനും യഥാക്രമം കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കുവാൻ ഇറങ്ങിയിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.